നമസ്കാരം. നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും ഞാൻ ഇൻഷുറൻസിന്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനിയായ സ്റ്റാർ ഹെൽത്ത് അവതരിപ്പിക്കുന്ന സ്റ്റാർ ഹെൽത്ത് അഷ്യൂർ ഇൻഷുറൻസ് പോളിസിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ ചില സംശയങ്ങൾ ചോദിക്കുന്നത്. ഞാനത് വായിച്ചു നോക്കി. എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക്, ക്ലയൻസിന് ഇത് നിങ്ങൾ അയച്ചു കൊടുത്താൽ തന്നെ ഇത് വായിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില ചോദ്യങ്ങളുമായി വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ വായിക്കാം. നോർമലായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ വായിക്കാം. സംശയമുള്ള ഭാഗം ചോദിക്കാം. ആ ഭാഗം ഒന്ന് വിശദീകരിക്കണം. അസുഖം, രോഗം, അപകടം എന്നിവ മൂലമുള്ള ആശുപത്രി വാസവുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവുകൾ ലഭിക്കുന്നു. ഈ ഒരൊറ്റ പോളിസിയിൽ തന്നെ അസുഖം കവർ ചെയ്യപ്പെടും. രോഗം അസുഖം തന്നെയാണ്. അതെ, അതിന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അസുഖം ഉണ്ട്, അതേപോലെ തന്നെ അപകടങ്ങളുമുണ്ട്. ജീവിതത്തിൽ ഇപ്പോൾ ആർക്കും അസുഖം, അപകടം വരാമല്ലോ. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ആവശ്യങ്ങൾക്കും ഈ പോളിസി നമുക്ക് ഉപയോഗപ്രദമാണ്. ഒറ്റ പോളിസി, 2 in 1. അതെ, അതാണ്. ഒറ്റ പോളിസിയിൽ തന്നെ അസുഖവും കവർ ചെയ്യപ്പെടുന്നു, ആക്സിഡന്റിനും കവറേജ് ലഭിക്കുന്നു, അല്ലേ? അതെ, അതെ. ഇനി ഇത് വ്യക്തിഗത പോളിസിയായും ഫ്ലോട്ടർ പോളിസിയായും എടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാം, ഫ്ലോട്ടർ പോളിസി ആയിട്ട് എടുക്കാം. അതൊന്ന് വിശദീകരിക്കാമോ? വ്യക്തിഗതം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് എടുക്കാം. ഫ്ലോട്ടർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയോ അയാളുടെ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ അച്ഛന്മാരോ അടങ്ങുന്ന കുടുംബത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഫ്ലോട്ടർ പോളിസി. വ്യക്തിഗത പോളിസി ആണെങ്കിൽ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് എടുക്കാം? വ്യക്തിഗത പോളിസി 18 വയസ്സ് മുതലുള്ളവർക്ക് എടുക്കാം. എത്ര വയസ്സ് വരെ? അത് 75 വയസ്സ് വരെയാണ് ഇന്നിപ്പം അനുവദിക്കുന്നത്. 18 മുതൽ 75 വയസ്സ് വരെ, അല്ലേ? കുട്ടികളാണെങ്കിലോ? കുട്ടികളെ ഇപ്പൊ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പോളിസി എടുക്കാവോ? 18 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് എടുക്കാം. ഇതിനകത്ത് കുട്ടികളാണെങ്കിൽ 91 ദിവസം മുതൽ 18 വയസ്സ് വരെ എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പേരൻസ് ഇൻഷുറൻസ് കവറേജ് ഉള്ളവരാണെങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് തന്നെ കവറേജ് ഉണ്ട്. അങ്ങനെ ആ കുട്ടി വളർന്ന് പേരൻസിന്റെ കൂടെ 18 വയസ്സ് കഴിഞ്ഞാൽ കുട്ടിക്ക് ഇൻഡിവിജ്വലായിട്ട് പോളിസി എടുക്കാം. 18 വയസ്സ് വരെ പേരൻസിനോടൊപ്പം, 18 വയസ്സിന് ശേഷം കുട്ടിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പോളിസി എടുക്കാം, അല്ലേ? ഫ്ലോട്ടർ പോളിസി 18 വയസ്സ് മുതൽ 75 വയസ്സ് വരെയും ആശ്രിതരായ കുട്ടികൾക്ക് 16 ദിവസം മുതൽ 18 വയസ്സ് വരെയും ഉള്ളവർക്ക് പോളിസി എടുക്കാം. 18 വയസ്സ് കഴിഞ്ഞാൽ അവരെ മുതിർന്നവരായി കണക്കാക്കി അതിനുള്ള പ്രീമിയം ഈടാക്കുന്നതാണ്. എന്നിട്ട് അവർ വിവാഹിതരാകുന്നത് വരെ ഈ പോളിസിയിൽ തുടരാം. അന്ന് വിശദീകരിക്കാമോ? അതിപ്പോൾ 18 വയസ്സ് വരെ ആണ് സാധാരണ പേരൻസിന്റെ ഡിപ്പെൻഡന്റ് ചിൽഡ്രൻ ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞവർക്കും ഫുൾ പ്രീമിയം അടച്ചുകൊണ്ട് നമുക്ക് വിവാഹിതരാകുന്നത് വരെ തുടരാമെന്നാണ് കമ്പനി പറയുന്നത്. വിവാഹിതരാകുന്നത് വരെ തുടരാം, ഈ പോളിസിയിൽ തുടരാം. അതിനുശേഷം അവരൊരു ഫാമിലിയായി, അപ്പൊ അവർക്ക് ഫാമിലി ആയിട്ട് പോളിസി കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവര് ആരാണോ അവര് ഹസ്ബൻഡോ വൈഫോ അവരെ ഉൾപ്പെടുത്തി പോളിസി തുടരാൻ പറ്റും. സീനിയോറിറ്റി കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ പിന്നെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര മെമ്പേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള നിബന്ധന വല്ലതും ഉണ്ടോ? അതിപ്പോൾ പേരൻസ് അച്ഛനും അമ്മയും അവരുടെ കുട്ടികൾ, 2 കുട്ടികൾ അല്ലെങ്കിൽ 2-3 കുട്ടികളുണ്ടെങ്കിൽ അവരെ ഉൾപ്പെടുത്താം. പിന്നെ വരുന്നത് പേരൻസിന്റെ അവരുടെ അച്ഛനമ്മമാര്, അതേമാതിരി തന്നെ സ്പൗസിന്റെ അച്ഛനമ്മമാര്, അങ്ങനെ 9 പേരെ പോളിസിയിൽ കവർ ചെയ്യാം. മാക്സിമം 9 പേരെ ഒറ്റ പോളിസിയിൽ കവർ ചെയ്യാം. സൗകര്യം ഇപ്പോൾ ഉണ്ട്. 6 adults plus 3 children, സെൽഫ്, സ്പൗസ്, 3 children plus parents plus parents in laws എന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. എല്ലാം കൂടെ കൂടി മാക്സിമം 9 പേരെ വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തും. അതൊരു നല്ല കാര്യമാണല്ലോ. എല്ലാവരെയും കവർ ചെയ്യും, കുടുംബത്തിൽ എല്ലാവരെയും കവർ ചെയ്യുന്നു. അതെല്ലാം ഏറ്റവും അഡ്വാൻസ്ഡ് പോളിസിയാണ് ഈ സ്റ്റാർ ഹെൽത്തിന്റെ അഷ്യൂർ പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും അതിനെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു പോളിസി എടുത്താൽ അത് ഒരു അണുകുടുംബത്തിലെ മെമ്പേഴ്സിന് മാത്രം ട്രീറ്റ്മെന്റ് ലഭിക്കുമെന്നായിരിക്കും സാധാരണക്കാർ വിചാരിച്ചിട്ടുണ്ടാവുക. നോർമലി ഇപ്പോൾ ഒരു പേരൻസ് അവരുടെ കുട്ടികളടങ്ങുന്ന ചെറിയ കുടുംബത്തിനാണ്
അങ്ങനെയാണ് ഇൻഷുർ ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് ഇപ്പോൾ പേരൻസിന് അതായത് ഗ്രാൻഡ് പേരൻസിനെ അടക്കം അതിനകത്ത് കവർ ചെയ്യും. അതായത് ഇപ്പോൾ ഒരാളൊരു 25 അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരു ആള് അയാളെ കല്യാണം കഴിക്കുന്നു, അവരുടെ കുട്ടികളെ ഇൻഷുർ ചെയ്യുന്നു, അതേപോലെ അവരുടെ അച്ഛനമ്മനെ ഇൻഷുർ ചെയ്യുന്നു. ഇത് പുതിയതായിട്ട് ഇറങ്ങിയ പോളിസിയാണ്. ഇത് ഏറ്റവും പുതിയ പോളിസിയാണ്, ഏറ്റവും ലേറ്റസ്റ്റ്. ഇത് ഒട്ടനവധി സവിശേഷതകളുണ്ട്. ആൾക്കാരെ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് അവബോധം ഉണ്ടായി എടുത്താൽ ഒത്തിരി ബെനിഫിറ്റ് ഉള്ളതാ അല്ലേ? തീർച്ചയായിട്ടും ധാരാളം കവറേജ് ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അത് വിശദമായിട്ട് 2 എപ്പിസോഡായിട്ട് ചെയ്യാവുന്നതാണ്. വിവാഹം കഴിഞ്ഞാൽ പങ്കാളിയെയും പുതുതായി ജനിച്ച കുട്ടിയെയും അല്ലെങ്കിൽ നിയമപരമായി ദത്തെടുത്ത കുട്ടിയാണെങ്കിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. പോളിസിയിൽ അധിക പ്രീമിയം അടച്ച് ഉൾപ്പെടുത്താം. അങ്ങനെ വരുമ്പോൾ അധിക പ്രീമിയം അടയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വയസ്സിനനുസരിച്ചുള്ള കമ്പനി നിഷ്കർഷിക്കുന്ന ഒരു പ്രീമിയം ഉണ്ട്, അത് അടച്ചാൽ അവരെങ്കിലും ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പൊ അത് 45 ദിവസത്തിനുള്ളിൽ കമ്പനിയെ ബോധ്യപ്പെടുത്തണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോളിസി എടുക്കുന്ന ഒരാള് ഇതെല്ലാം അറിഞ്ഞിരിക്കണം, എല്ലാം വായിച്ച് മനസ്സിലാക്കുകയും വേണം. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ച്, ഇൻഷുറൻസ് അഡ്വൈസേഴ്സിനോട് ചോദിച്ച് കൃത്യമായി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം പോളിസി എടുക്കാൻ. പോളിസി എടുത്തു കഴിഞ്ഞ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അതെടുത്ത അഡ്വൈസറെയോ കമ്പനിയെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവുള്ള ഒരു അഡ്വൈസർക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. അത് എല്ലാ കാര്യങ്ങളിലും എന്നതുപോലെ എക്സ്പീരിയൻസ് കൊണ്ട് ധാരാളം വർഷമായി ഈ രംഗത്തുള്ള ഒരു അഡ്വൈസർക്കാണ് പുതിയ പുതിയ മാറ്റങ്ങളും അപ്ഡേറ്റ്സുകളും അതിൻ്റെ ഏറ്റവും സെഡ് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്നലെ വന്ന ഒരു അഡ്വൈസർക്ക് അത് അത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഏറ്റവും എക്സ്പീരിയൻസ് ആയിട്ട് തഴക്കവും പഴക്കമുള്ള ആൾക്കാരെ അടുത്ത് നിന്ന് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവാത്ത വിധത്തിൽ അത് പറഞ്ഞു മനസ്സിലാക്കി ധാരണയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ചർച്ച ചെയ്തതാണ്. സം ഇൻഷുർഡ് ഓപ്ഷൻസ് 5 lakh 10 lakh മുതൽ 2 crores വരെ. ഇന്ന് ഇന്ത്യയിൽ ഇപ്പോൾ 5 ലക്ഷം രൂപ വരെ മുതൽ അതിൻ്റെ ഗുണിതങ്ങളായിട്ട് നമുക്ക് 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25, 50, 75, പിന്നെ 1 കോടി, 2 കോടി വരെ ഉണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നു 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ആദ്യമായി പോളിസി എടുക്കുമ്പോൾ പരമാവധി പരിരക്ഷ 50 ലക്ഷമായി നിജപ്പെടുത്തിയിരിക്കുന്നു. അപ്പം 65 വയസ്സിന് മുകളിലുള്ള ഒരു പോളിസി എടുക്കുമ്പോൾ അവർക്ക് മാക്സിമം 50 ലക്ഷം വരെയാണ് കവറേജ് കിട്ടുന്നത്. എന്നാലും അത് വലിയൊരു കാര്യമല്ലേ? 50 ലക്ഷം രൂപ വരെ എന്ന് പറഞ്ഞാൽ മോശമില്ലാത്തൊരു ഇൻഷുറൻസ് കവറേജ് ആണ് ഇന്നത്തെ കാലത്ത്. 65 വയസ്സിന് ശേഷം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടാവും. അപ്പൊ 60 വയസ്സും 60 ആവണ്ട, ചെറുപ്പക്കാരുടെ ഇടയിലും ധാരാളം പ്രശ്നങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതെ, അപ്പൊ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ധാരാളം പൈസ ഉണ്ടാകും, കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷെ അവരുണ്ടാക്കിയ പൈസ മുഴുവനും അവരുടെ പേരൻസിന് ഒരു തക്കതായ രോഗം വന്നാൽ ചെലവഴിക്കേണ്ടി വരും. അപ്പൊ ആ മക്കള് നാട്ടിലുള്ള പേരൻസിന് വേണ്ടി പോളിസി എടുത്തിട്ടാലും അത് ഗുണകരമാവും. ഇപ്പോൾ പുതിയ പ്രവണത കണ്ടുവരുന്നുണ്ട്. പേരൻസിനെ ഇൻഷുർ ചെയ്യാൻ വേണ്ടി മക്കള് മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർക്ക് അതിന്റെ വിദേശത്തു നിന്നുള്ള അനുഭവങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ട്രീറ്റ്മെന്റ് വളരെയധികം ചെലവേറിയ ട്രീറ്റ്മെന്റ് ആണ്. മാത്രമല്ല പോളിസിയുടെ പ്രീമിയം പോലും 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ അടയ്ക്കുന്ന അവസ്ഥയിലാണ് അവർ ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമുക്കിപ്പം 1 വർഷത്തിൽ ഒറ്റ അടവ് മതി. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ, കാനഡയിൽ നിന്നൊക്കെ പറഞ്ഞു കേട്ടു, 2 ആഴ്ച കൂടുമ്പോൾ ഇൻഷുറൻസ് പ്രീമിയം അടക്കും. പിന്നെ ഈ പോളിസി റിന്യൂവലിനെ കുറിച്ച് പറയുന്നുണ്ട്. എത്ര കാലം വരെ ഈ പോളിസികൾ പുതുക്കി കൊണ്ടുപോകാം? പോളിസി ഇപ്പം ജീവിതാന്ത്യം വരെ നമുക്ക് പോളിസി പുതുക്കിക്കൊണ്ട് പോകാൻ സാധിക്കും. അതിന് നമുക്ക് ഇന്ന് എത്ര വർഷം എന്ന് പറയുന്നില്ല. ഒരു പോളിസി നമ്മൾ എടുക്കുകയാണെങ്കിൽ, ചെറിയ പ്രായത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു 50 അല്ലെ 75 അല്ല 100 വയസ്സ് വരെ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 100 വയസ്സ് വരെ പോളിസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഒരു പോളിസി ഹോൾഡർ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നുണ്ടോ ആ സമയം വരെ പോളിസി എല്ലാ വർഷവും പുതുക്കി കൊണ്ടുപോകാൻ പറ്റും അല്ലേ? ഇപ്പോഴത്തെ ഒരു പ്രത്യേകത നമ്മളിപ്പം ഈ ആധുനിക വൈദ്യശാസ്ത്രമൊക്കെ ഇത്രയധികം ഡെവലപ്പ് ചെയ്തപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്ന ജീവിത ദൈർഘ്യം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 100 വയസ്സ് വരെ വേണമെങ്കിൽ ജീവിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കണമെങ്കിൽ അനുസരിച്ചിട്ടുള്ള ഇൻഷുറൻസ് കെയർ കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഇൻഷുറൻസ് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൽ പറഞ്ഞിരിക്കുന്നു, ആദ്യമായി പോളിസി എടുക്കുമ്പോൾ പ്രായം 61 വയസ്സും അതിൽ കൂടുതലുമാണെങ്കിൽ ക്ലെയിമുകൾ വരുമ്പോൾ
10% കോ പേയ്മെന്റ് ആവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഉണ്ട്. 60 വയസ്സിന് ശേഷം വരുമ്പോൾ നമ്മളൊരു 1 ലക്ഷം രൂപ ക്ലെയിം വരികയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് 10,000 രൂപ നമ്മൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും 60 വയസ്സ് 1 ലക്ഷം രൂപയ്ക്ക് 10,000 രൂപ നമ്മൾ എടുക്കണം അല്ലേ? 60 വയസ്സിന് ശേഷമുള്ള പോളിസി എടുക്കുന്നവർക്ക് അത് ശ്രദ്ധിക്കണം. ഇതാ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കിയില്ലെങ്കിൽ അവർ പോളിസി എടുത്തു, അത് കഴിഞ്ഞ് ഒരു ട്രീറ്റ്മെന്റിന് അഡ്മിറ്റ് ആയി, പിന്നെ 10% കയ്യിൽ നിന്ന് ഇടണമെന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അതൊരു ഷോക്കായി പോകും. അതുകൊണ്ട് ഇത്തരം മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും നമ്മൾ വിശദീകരിച്ചു കൊടുത്താൽ പിന്നെ അതൊരു ഇഷ്യൂ ഉണ്ടാകാതെ ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നീട് കസ്റ്റമറുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാവാതെ കൊണ്ടുപോകാൻ സാധിക്കും അല്ലേ? ഇനിയിപ്പം ഈ പ്രീമിയം അടയ്ക്കുന്നതിനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 2 വർഷത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കാം, അല്ലെങ്കിൽ 3 വർഷത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കാം. സാധാരണ ഇപ്പൊ നോർമലായിട്ട് 1 വർഷത്തെ പ്രീമിയം ആണല്ലോ അടയ്ക്കുക, എല്ലാ വർഷവും പുതുക്കുവാണല്ലോ ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നു 2 വർഷത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കുമ്പോൾ 2-ാം വർഷത്തെ പ്രീമിയത്തിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. 3 വർഷത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കുമ്പോൾ 2-ാം വർഷത്തെയും 3-ാം വർഷത്തെയും പ്രീമിയത്തിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. അതെ, അതൊരു വലിയൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു ലോങ് ടൈം പോളിസി എന്ന് പറയും. ലോങ് ടൈം 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തേക്ക് ഒരുമിച്ച് അടയ്ക്കുകയാണെങ്കിൽ 2-ാം വർഷത്തെ പ്രീമിയം തുകയുടെ 10%വും 3-ാം വർഷത്തെ പ്രീമിയം തുകയുടെ 10% നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. അപ്പോൾ 3 വർഷത്തെ പ്രീമിയം തുക ഒന്നിച്ചങ്ങ് അടയ്ക്കുവാണെങ്കിൽ 20% നല്ലൊരു എമൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. 2-ാം വർഷത്തെ 10%, 3-ാം വർഷത്തെ 10% എന്ന് പറയുമ്പോൾ 20%. അതെ, മൊത്തം പ്രീമിയത്തിന് 20% ഡിസ്കൗണ്ട് ലഭിക്കും. അത് വളരെ നല്ലൊരു കാര്യമാണ്. ആദ്യത്തെ വർഷത്തെ ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. 2-3 വർഷത്തേന് ഡിസ്കൗണ്ട് ഉണ്ടാവും അല്ലേ? പിന്നെ ഇവിടെ ഒരു ഫ്ലോട്ടർ ഡിസ്കൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്ലോട്ടർ പോളിസിയിൽ ഉൾപ്പെട്ട കുട്ടിക്ക് 17 വയസ്സിൽ കൂടുതൽ പ്രായമായാൽ ആ കുട്ടിയെ മേജറായി കണക്കാക്കുകയും 1A എന്ന രീതിയിൽ പ്രീമിയം എടുക്കും. എന്നാൽ ആ കുട്ടിക്ക് പ്രീമിയത്തിൽ 40% ഫ്ലോട്ടർ ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പേരന്റ് ഇൻ ലോസിന്റെ പ്രീമിയത്തിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ കുട്ടിക്ക് 17 വയസ്സിൽ കൂടുതൽ പ്രായമായാൽ ആ കുട്ടിയെ മേജറായി പരിഗണിച്ച് ഇൻഡിവിജ്വൽ പോളിസി എടുക്കുന്ന കാര്യമല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫ്ലോട്ടർ പോളിസിയിൽ നിന്ന് ഇൻഡിവിജ്വൽ പോളിസിയിലേക്ക് മാറുമ്പോൾ പ്രീമിയത്തിൽ 40% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ പേരൻസിന്റെ കൂടെ തന്നെ പോളിസി എടുത്ത കുട്ടികളെ സംബന്ധിച്ച് ഇൻഡിവിജ്വൽ പോളിസിയിലേക്ക് മാറുമ്പോൾ അത് വളരെയധികം ലാഭകരമായ ഒന്നാണ്. ഇനി പ്രീ മെഡിക്കൽ സ്ക്രീനിങ്. ഈ പോളിസിയിൽ ചേരുന്നതിന് വൈദ്യപരിശോധന ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ല, മെഡിക്കൽ ചെക്കപ്പ് ഒന്നും ആവശ്യമില്ല. എന്നാൽ അനാരോഗ്യപരമായ കാര്യങ്ങൾ നേരത്തെ ഉള്ളവർക്ക് കമ്പനി ആവശ്യപ്പെടുന്ന പക്ഷം മെഡിക്കൽ ചെക്കപ്പ് ആവശ്യമാണ്. അതൊരു ഉപാധികൾക്ക് വിധേയമായിട്ടാണ് നമുക്ക് മെഡിക്കൽ പരിശോധന ചിലപ്പോൾ ആവശ്യപ്പെടാം. എല്ലാ കേസിലും അത് ബാധകമല്ല. കമ്പനി ആവശ്യപ്പെട്ടാൽ മെഡിക്കൽ ചെക്കപ്പ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കണം അല്ലേ? പൊതുവായിട്ട് അങ്ങനെയില്ല. പിന്നെ ഇതിനെ കുറിച്ച് സവിശേഷതകൾ പറയുന്നുണ്ട്. റൂം റെന്റിന്റെ കാര്യം പറയുന്നുണ്ട്. സം ഇൻഷുറൻസിന്റെ 1% പരമാവധി റൂം റെന്റ് ആയിട്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതെ, അതിപ്പോ നമ്മളിപ്പോ 5 ലക്ഷം രൂപയുടെ പോളിസിയിൽ ആൾക്കാണെങ്കിൽ അതിന്റെ 5,000 രൂപ വരെ ഒരു ദിവസത്തേക്ക് റൂം റെന്റ് കിട്ടും. ഒരു ദിവസത്തേക്ക് 5,000 രൂപ റൂം റെന്റ്. എത്ര വരെയുള്ള പോളിസിക്കാണ് 5,000? 5 ലക്ഷത്തിന്റെ 5 ലക്ഷത്തിന്റെ മാക്സിമം 20,000 രൂപയായിട്ട് നമ്മളത് ഒരു ദിവസം കിട്ടുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ വളരെ ലക്ഷറിയസ് ആയിട്ട് നല്ല പോളിസി, കൂടിയ എമൗണ്ടിന്റെ പോളിസി എടുത്തിടുന്നവർക്ക് ഒരു തക്കതായ രോഗം വന്നാൽ വളരെ ഹൈജീനിക് ആയിട്ടുള്ള, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, നല്ല സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാം, നല്ല നീറ്റായ റൂമിൽ അഡ്മിറ്റ് ആകാം, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അസുഖം വന്ന് നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് നല്ലൊരു അന്തരീക്ഷത്തിൽ നമുക്കിപ്പോൾ ഒരു വാതിലൊക്കെ കിടക്കണം എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് സൗകര്യമുള്ള റൂം എടുത്ത് താമസിക്കാൻ പറ്റും, ചികിത്സ ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കും. പിന്നെ പറയുന്നു കവറേജ് ഫോർ നോൺ മെഡിക്കൽ ഐറ്റംസ്, കൺസ്യൂമബിൾസ്. ഒരു അഡ്മിസിബിൾ ക്ലെയിം ഉണ്ടായാൽ അത് ഇൻപേഷ്യൻ്റ് ആയാലും ഡേ കെയർ ആയാലും പോളിസി നിബന്ധനകളിൽ കാണിച്ചിരിക്കുന്ന ലിസ്റ്റ് 1-ലുള്ള എല്ലാ കാര്യങ്ങൾക്കും ക്ലെയിമിന് അർഹതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വിശദമാക്കാമോ? കൺസ്യൂമബിൾസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് മരുന്ന് അല്ലെങ്കിൽ
ബാക്കിയുള്ള ഓപ്പറേഷൻ എന്തെങ്കിലും ചാർജുകളൊക്കെ പുറമെ മറ്റ് ആവശ്യങ്ങളായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ പുറത്തുനിന്നുണ്ടെങ്കിൽ വാങ്ങിക്കേണ്ടി വരുന്ന സാധനങ്ങളെയാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടി അതിനകത്ത് നമുക്ക് കവർ ചെയ്യുന്നത്. അതായത് നമ്മൾ അഡ്മിറ്റ് ആയ സമയത്ത് അവിടെ ഇല്ലാത്ത ചില സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുമല്ലോ. വരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ അതിനുള്ള പൈസ കൂടി അതിന്റെ ബില്ല് കാണിച്ചാല് അതും കൂടെ കിട്ടും അല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഡേ കെയർ എന്നതുകൊണ്ട് എന്നതാ ഉദ്ദേശിക്കുന്നത്? ഡേ കെയർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യാതെ ഉള്ള ചികിത്സയുണ്ട്. ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഡോക്ടറെ കണ്ട് ചികിത്സ നിർദ്ദേശിച്ച് നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചികിത്സ ചെയ്യാൻ പറ്റും. അതിനെയാണ് ഡേ കെയർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു ഡയാലിസിസ് ചെയ്യേണ്ട കേസാണെങ്കിൽ ഡയാലിസിസ് ചെയ്ത് വീട്ടിലേക്ക് പോകാമല്ലോ, അഡ്മിറ്റ് വേണം. അപ്പോൾ ഡയാലിസിസ് ഒക്കെ ചെയ്ത് അഡ്മിറ്റ് ആകാതെ വീട്ടിലേക്ക് പോയാലും കിട്ടും. സാധാരണ ഇതുവരെ കേട്ടിട്ടുള്ളത് ഒരു ദിവസമെങ്കിലും അഡ്മിറ്റ് ആയാലേ ഇൻഷുറൻസ് കിട്ടും എന്നുള്ളതാണല്ലോ. ഡേ കെയർ പ്രൊസീജിയേഴ്സിന് ഇപ്പോൾ എല്ലാ ക്ലെയിമുകളും കിട്ടുന്നതാണ്. അത് ഈ ഒരു പോളിസിയിലെ മാത്രം പ്രത്യേകതയാണോ? അതെ, ഇതിലിപ്പോൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു കവറേജ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അത് മറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായി സ്റ്റാർ ഹെൽത്ത് എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഇപ്പോൾ ഇത് ഏർപ്പെടുത്തണം എന്നുള്ള രീതിയിൽ IRDA നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. എല്ലാ ഇൻഷുറൻസ് കമ്പനിയും IRDA നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. എമർജൻസി റോഡ് ആംബുലൻസ് വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്കും ഒരു ആശുപത്രിയിൽ നിന്ന് വേറൊരു ആശുപത്രിയിലേക്കും ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലേക്കുമുള്ള ആംബുലൻസ് ചാർജുകൾ ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യമാണ്. നമ്മുടെ എമർജൻസിയിൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ആംബുലൻസ് വിളിച്ചു പോകുന്നു, അല്ലെങ്കിൽ ആ ചികിത്സ അവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകേണ്ട സാഹചര്യം വരികയാണ്. അങ്ങനെയുള്ള ചാർജുകളും ഒക്കെ നമുക്ക് ഇതിനകത്ത് അനുവദിക്കും. അതേമാതിരി ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്തും ആംബുലൻസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ എയർ ആംബുലൻസ് സൗകര്യത്തിൽ എയർ ആംബുലൻസ് വേണ്ട ഘട്ടത്തിൽ അതും പ്രയോജനപ്പെടുത്താം. അതും ഇതിൽ ഉൾപ്പെടുമെന്ന് പറയുന്നുണ്ടല്ലോ. സാഹചര്യത്തിൽ പെട്ടെന്ന് നമുക്ക് എമർജൻസി ആയിട്ട് ഒരു നല്ല ഹോസ്പിറ്റലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ സൗകര്യം കൂടി ഉൾപ്പെടുത്താൻ സാധിക്കും. 2 ലക്ഷം രൂപ വരെയാണ് മാക്സിമം. 2 ലക്ഷം രൂപ വരെ മാക്സിമം. നമ്മള് അഷ്വർ ചെയ്യുന്ന സമ്മിന്റെ അനുസരിച്ച്, സം അഷ്വറിന്റെ അനുസരിച്ചല്ലേ? അതെ, മാക്സിമം 2 ലക്ഷം വരെയാണ്. 2 ലക്ഷം വരെ മാക്സിമം. ചെറിയ പോളിസിയിൽ അതിന് കിട്ടില്ല. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. പ്രീ ഹോസ്പിറ്റലൈസേഷൻ 60 ദിവസവും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 180 ദിവസവും ലഭ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ടൈമാണ്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ അതായത് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുൻപേ ഉണ്ടാകുന്ന ചെലവുകൾ. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു ചെറിയ അസുഖം ലക്ഷണം കാണിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടറെ കാണുന്നു, ഡോക്ടർ ചില മരുന്ന് കുടിക്കുന്നു, നമുക്ക് അതുകൊണ്ട് ചിലപ്പോൾ കുറവുണ്ടാകാം, ചിലപ്പോൾ കുറവുണ്ടാവാതിരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അഡ്മിറ്റ് ആവേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ആദ്യം ചിലവാക്കിയ പൈസ അടക്കം അതിനകത്ത് കിട്ടും. അതേമാതിരി പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ആശുപത്രിയിൽ നമ്മൾ സ്റ്റേ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ ശേഷം 180 ദിവസത്തേക്ക് വരെയുള്ള ബില്ലുകൾ ഇതിനകത്ത് കവർ ചെയ്യും. അതായത് 6 മാസക്കാലം നമ്മൾ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ട സാഹചര്യത്തിൽ പോലും ഈ ആനുകൂല്യം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് 6 മാസം മരുന്ന് കഴിച്ച ബില്ലൊക്കെ കാണിച്ചാല് അതും കൂടെ കിട്ടുന്നതായിരിക്കും. അതും കൂടെ കിട്ടും അല്ലേ? ഓക്കെ. ഇനി ഓർഗൻ ഡോണർ എക്സ്പെൻസ് എന്നൊരു സൗകര്യമുണ്ട്. സം ഇൻഷുർഡ് പരിധി വരെ ലഭ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 10 ലക്ഷം രൂപയുടെ പോളിസി ഉള്ള ഒരാൾക്ക് നമ്മളൊരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തേണ്ടി വന്നാൽ നമ്മൾ ലിവർ കൊടുക്കുന്ന ആളിൽ നിന്ന് അത് എടുക്കാനുള്ള ചെലവ്, അതായത് ഡോണറിൽ നിന്ന് ഒരു കരളിന്റെ ഒരു ഭാഗം പകുത്ത് വാങ്ങിക്കാനുള്ള ആ ആദ്യത്തെ ഡോണറുടെ സർജറിയും അതിനകത്ത് നമുക്ക് കവർ ചെയ്യുന്നതാണ്. അതൊരു വലിയ സൗകര്യമാണല്ലോ. ഇപ്പോഴാണെങ്കിൽ എല്ലാവർക്കും കിഡ്നിയും ലിവറും എല്ലാം ഓരോരോ രോഗങ്ങൾ ബാധിച്ച് അല്ലേ, വെക്കേണ്ട കേസ് അല്ലെങ്കിൽ ലിവർ മാറ്റി വെക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ലിവർ ആരെങ്കിലും കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ ലിവർ കൊടുക്കുന്ന ആളിൽ നിന്ന് അത് എടുക്കാനുള്ള ചെലവും കൂടി അതിനകത്ത് നമുക്ക് കിട്ടും. അതൊരു ഭയങ്കര സൗകര്യമാണ്. അതാണ്. അതെ. അപ്പോ പിന്നെ ഹോം കെയർ ട്രീറ്റ്മെന്റ് സം ഇൻഷുർഡിന്റെ 10% പരമാവധി 5 ലക്ഷം വരെ. ഇത് ഈ പോളിസിയുടെ മാത്രം പ്രത്യേകതയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോം കെയർ ട്രീറ്റ്മെന്റ് ഇപ്പൊ നമുക്ക് ചില സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെ തന്നെ ചികിത്സിക്കേണ്ട ഒക്കെ അവസരങ്ങൾ വരാം. ഇപ്പോൾ ഒരു ചെറിയ പനിയൊക്കെയാണ്, 2-3 ദിവസം നമുക്ക് പനി കുറഞ്ഞില്ല എങ്കിൽ കൂടി വീട്ടിലിരുന്ന് ചികിത്സിച്ചാൽ ഭേദമാവുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാതെ തന്നെ വീട്ടിലിരുന്ന് നമുക്ക് ചികിത്സിച്ചാൽ അതിന് വരുന്ന ചെലവുകൾ കിട്ടും. അതാണ് ഹോം കെയർ. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ. അതെ, വീട്ടിലിരുന്നുള്ള ചികിത്സയാണ് ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് നമ്മൾ ചികിത്സിക്കേണ്ടി വന്നാൽ അതിന് വരുന്ന ചെലവ് കിട്ടും. അപ്പൊ ഇങ്ങനെ ഈ ടേംസ് ഒക്കെ സാധാരണക്കാർക്ക്
ടെക്നിക്കൽ ടൈംസ് ആണ്. എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് ക്രമേണ അതുമായിട്ട് നമ്മൾ ശരിക്കും അത് പൊരുത്തപ്പെടും. ഈ ടെക്നിക്കൽ ടൈംസ് ഒക്കെ വൈദ്യശാസ്ത്രത്തിൽ ഇതേമാതിരി ധാരാളം ടെക്നിക്കൽ ടൈംസ് ഉണ്ട്. അപ്പൊ അതൊന്നും എല്ലാവർക്കും ഇപ്പോൾ സാധാരണക്കാർക്ക് അത് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ക്ലയന്റിന്റെ റോൾ എടുത്ത് ഈ കാര്യങ്ങളൊന്ന് പ്രേക്ഷകരിലേക്ക്, അല്ലെങ്കിൽ 10 പേരെങ്കിൽ 10 പേര് എന്റെ വീഡിയോ കാണുന്നവരിലേക്ക് എത്തട്ടെ. അവര് കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കട്ടെ. എന്നിട്ട് ബോധവാന്മാരായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളൊരാള് കൂടുതൽ സഹവസിക്കുന്നത് അവനവന്റെ മൊബൈൽ ഫോൺ കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആൾക്കാരിലേക്ക് വളരെ ഈസി ആയിട്ട് എത്തിക്കുവാൻ വേണ്ടി വളരെ സഹായകരമാണ്. അതുകൊണ്ട് ഇനിയും നമ്മൾ ഇത്തരം ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾ ധാരാളം ഓരോരോ പോയിന്റുകൾ കൂടുതൽ വിശദീകരിച്ച് നമുക്ക് കൊടുക്കണം. ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഷ്വർ ക്ലെയിം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇൻഡിവിജ്വൽ പോളിസി ആണെങ്കിൽ 1500 രൂപ മുതൽ 8000 രൂപ വരെ നൽകുന്നെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ 1 വർഷത്തേക്കാണല്ലോ പോളിസി. 1 വർഷം നമുക്ക് എന്തെങ്കിലും ക്ലെയിം വന്നാലും വന്നില്ലെങ്കിലും ഈ പോളിസിയിൽ നമുക്ക് ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുവാൻ ഉള്ള ഫീസ്, അതിന് വേണ്ടിയിട്ടുള്ള ഫീസ് നമുക്ക് റീഇംബേഴ്സ്മെന്റ് കിട്ടും, തിരിച്ചു തരുന്നതായിരിക്കും. അതിന് അഡ്മിറ്റ് ആവണമെന്നില്ലല്ലോ. ഇല്ല, നമ്മൾ ലാബിൽ പോയി പരിശോധിച്ചു അതിന്റെ ബില്ല് കൊടുത്താൽ മതി. അതിപ്പോ ക്യുമുലേറ്റീവ് ബോണസ് ക്ലെയിം ഇല്ലാത്ത ഓരോ വർഷവും സം ഇൻഷുർഡിന്റെ 25% വീതം പരമാവധി 100% വരെ. അതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തു, 1 വർഷത്തേക്ക് ഒരു ക്ലെയിമും ഉണ്ടായില്ല. അടുത്ത വർഷം നമ്മളത് പുതുക്കുന്ന സമയത്ത് നമുക്ക് 10 ലക്ഷം രൂപയുടെ പ്രീമിയം അടയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ 12.5 ലക്ഷം രൂപയുടെ കവറേജാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ 4 വർഷം തുടർച്ചയായിട്ട് ക്ലെയിം വന്നില്ലെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപയുടെ പോളിസി 20 ലക്ഷം രൂപയായിട്ട് മാറും. അതാണ് നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത്. അത് എത്ര വലിയ തുകയുടെ പോളിസി ആണെങ്കിലും അങ്ങനെ അതന്നെ 2 കോടിയുടെ വരെ പോളിസി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ 2 കോടിയുടേത് നമുക്ക് സെക്കൻഡ് ഇയറിൽ 2.5 കോടിയാവുകയും രണ്ടാമത്തെ വർഷം അത് 3 കോടിയാവുകയും അങ്ങനെ മൂന്നാമത്തെ കൊല്ലം അത് 3.5 കോടിയാവുകയും 4 വർഷം കൊണ്ട് 4 കോടി രൂപയുടെ പോളിസിയായി മാറി. 4 കോടി രൂപ വരെ വിദേശ രാജ്യത്ത് പോകാൻ തോന്നില്ല. പക്ഷെ ഇന്ത്യയിൽ ഓരോ വർഷവും ഈ ചികിത്സാ ചെലവ് 10% വർദ്ധിക്കുന്നതായിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു കാലത്ത് 1 ലക്ഷം രൂപ കൊണ്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ അത് 10 ലക്ഷം രൂപയായിട്ട് വരും. ഇതിപ്പോ ഞാന് ബൈ ചാൻസിൽ അങ്ങനെ ചോദിച്ചതാണെങ്കിലും പലർക്കും സംശയമുള്ള ഒരു കാര്യമായിരിക്കും. ഈ 2 കോടിയുടെ പോളിസി ഒക്കെ എടുത്തു, നമുക്ക് ക്ലെയിം ഇല്ല, 2-3 വർഷം കഴിയുമ്പോൾ അത് 4 കോടിയുടെ പോളിസിയായി. അത്രയും കയ്യിലുള്ള ഒരു കസ്റ്റമർക്ക് വലിയ ഒരു ആവശ്യം വന്നാലും വിദേശത്ത് പോയി ചികിത്സിക്കാമോ എന്നൊരു ഡൗട്ട് സ്വാഭാവികമാണ്. വിദേശ രാജ്യത്ത് നമുക്ക് ഇവിടെ ഇന്ത്യൻ പോളിസി കൊണ്ട് വിദേശത്ത് പോയി ചികിത്സിക്കാൻ പറ്റില്ല. ഇന്ത്യക്കകത്ത് മാത്രമേ ചികിത്സിക്കാൻ. ഇന്ത്യക്കകത്ത് എത്രയും ചെലവാക്കി നമുക്ക് ചികിത്സിക്കാമെന്ന് മാത്രം. ഇന്ത്യയിലൊക്കെ ശുശ്രൂഷ രംഗം ഇന്ത്യ വളരെയധികം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടർമാരൊക്കെ നമുക്ക് ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ് ചികിത്സ നല്ലതെന്നാണ് പൊതുവെ ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. മാത്രമല്ല അവിടെ എത്തിയാൽ ഈ പറയുന്ന ചെറിയ പൈസ കൊണ്ടൊന്നും ചികിത്സ നടക്കുകയില്ല വിദേശ രാജ്യങ്ങളിൽ. അത് സർക്കാരിന്റെ ചെലവിലൊക്കെ പോകുന്നവർക്കൊക്കെ മാത്രമേ സാധിക്കൂ. നേരത്തെ പറഞ്ഞെടുത്തേ ഒരു കാര്യം വിട്ടുപോയി. അതായത് ഹെൽത്ത് ചെക്കപ്പിന് ഫ്ലോട്ടർ പോളിസി ആണെങ്കിൽ 2000 രൂപ മുതൽ 15000 രൂപ വരെ ഓരോ വർഷവും ലഭിക്കുന്ന ഒരു പോയിന്റ് ഇതിലുണ്ട്. അത് ഞാൻ ചർച്ച ചെയ്തപ്പോൾ ആ പോയിന്റ് വിട്ടുപോയിരുന്നു. ഇൻഡിവിജ്വൽ പോളിസി ആണെങ്കിലാണ് 1500 രൂപ മുതൽ 8000 രൂപ വരെ ലഭിക്കുന്നത്. ഫ്ലോട്ടർ പോളിസി ആണെങ്കിൽ 2000 രൂപ മുതൽ 15000 രൂപ വരെ ലഭിക്കും. ചെറിയ പോളിസി ഇപ്പോൾ ഒരു 5 ലക്ഷം 10 ലക്ഷം രൂപയൊക്കെ പോളിസി ഉള്ളവർക്ക് 2000 രൂപ മാത്രമേ ഇത് കിട്ടുള്ളൂ. അതേസമയം 2 കോടി ഉള്ളവർക്ക് നമുക്ക് 15000 രൂപയുടെ പോളിസി കിട്ടുന്നു. ആയുഷ് ട്രീറ്റ്മെന്റ് പറയുന്നുണ്ടല്ലോ. ആയുർവേദ, സിദ്ധ, യുനാനി ആൻഡ് ഹോമിയോപ്പതി എടുത്തിരിക്കുന്ന സം ഇൻഷുർഡ് വരെ പരിരക്ഷ ലഭിക്കുന്നു. അത് ആയുഷ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു അണ്ടറിലുള്ള പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതിനകത്ത് ആയുർവേദം, യുനാനി, ഹോമിയോ, സിദ്ധ ഇത്തരത്തിലുള്ള
വിവിധങ്ങളായ ചികിത്സാ വിഭാഗങ്ങളിലുള്ള ചികിത്സകൾക്കാണ് നമുക്കത് കിട്ടുക. ഇപ്പോൾ മോഡേൺ മെഡിസിൻ ആണല്ലോ അലോപ്പതി ചികിത്സ എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ആയുർവേദം, യുനാനിയും ഹോമിയോ ഒക്കെ നമുക്ക്. അപ്പൊ ഈ ആയുർവേദം ഒക്കെ നമ്മൾ കിടന്ന് ട്രീറ്റ്മെന്റ് എടുത്താലേ കിട്ടുള്ളൂ? അതെ, അത് സാധാരണ പോളിസിയുടെ കണ്ടീഷൻസ് ഒക്കെ അതിന് ബാധകമാണ്. പക്ഷെ അപ്പൊ ഹോമിയോയിൽ അതില്ലല്ലോ. ഹോമിയോ ഉള്ള ആശുപത്രികളുണ്ട്. കിടന്ന് ചികിത്സ ഉള്ള ഹോമിയോ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാം. അസിസ്റ്റഡ് റീപ്രൊഡക്ഷൻ ട്രീറ്റ്മെന്റ് വെയിറ്റിംഗ് പീരീഡ് 2 years പറയുന്നുണ്ട്. എടുത്തിരിക്കുന്ന പരിരക്ഷാ തുകയ്ക്ക് അനുസൃതമായി 4 ലക്ഷം രൂപ വരെ നൽകുന്നു. 1 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ നൽകുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് പ്രധാനമായിട്ടും നമ്മളെ ഈ വന്ധ്യതാ ചികിത്സ എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ ആവശ്യം 2 വർഷം പോളിസിയിൽ തുടർച്ചയായിട്ട് 2 വർഷം കവർ ചെയ്തവർക്ക്, അവർക്ക് ദമ്പതികളാണ്, അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ലെങ്കിൽ അവർക്ക് ഈ മറ്റു തരത്തിലുള്ള വന്ധ്യതാ നിവാരണ ചികിത്സകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ടാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് വന്ധ്യതാ ചികിത്സ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെലവേറിയ ഒരു ചികിത്സ അല്ലേ? അപ്പൊ അതിനും ഗുണമുണ്ട്. ഡെലിവറി എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ട്. ദമ്പതികൾ ഈ പോളിസിയിൽ ഉൾപ്പെട്ട് 24 മാസം, അതായത് 2 കൊല്ലം, 2 വർഷങ്ങൾക്ക് ശേഷം, അത് നേരത്തെ 2 വർഷമാണല്ലോ പറഞ്ഞത്, 2 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഡെലിവറിക്ക് എടുത്തിരിക്കുന്ന പരിരക്ഷാ തുകയിലെ 10% നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10% എടുത്തിരിക്കുന്ന തുക, പരിരക്ഷാ തുകയുടെ സം അഷ്വേർഡിന്റെ 10%. 10 ലക്ഷം രൂപയുടെ പോളിസി ഉള്ളതാണെങ്കിൽ 1 ലക്ഷം രൂപ വരെ കിട്ടും ഡെലിവറി ചാർജ് ആയിട്ട്. അത് 2 വർഷം പോളിസി എടുത്തിട്ട് 2 വർഷം പൂർത്തിയായിരിക്കണം എന്നുണ്ട്. ഇൻ യൂട്രോ ഫെറ്റൽ സർജറി, ഇൻട്രാ യൂട്രോ, അതായത് ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാകുന്ന അസുഖങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി അത് ഗർഭപാത്രത്തിൽ ഉള്ളിൽ വെച്ച് തന്നെ ചികിത്സിക്കുന്ന രീതിയിലുള്ള മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. അതും പോളിസി എടുത്തിട്ട് 2 years വെയിറ്റിംഗ് പീരീഡ് ആണ്. അതെ, ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാകുന്ന അപാകതകൾ, ന്യൂനതകൾ പരിഹരിക്കുന്ന സർജറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ 3 എണ്ണത്തിന് വെയിറ്റിംഗ് പീരീഡ് 2 വർഷമാണ്, 2 years ആണ്. ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് ന്യൂ ബോൺ കവർ, വെയിറ്റിംഗ് പീരീഡ് 1 year ആണ്. അതായത് നവജാത ശിശുക്കൾക്ക് നമുക്ക് കവറേജ് കിട്ടും. പോളിസി എടുത്ത ദമ്പതികൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്ക് 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെ നൽകുന്നു എന്നാണ് പറഞ്ഞത്. എടുത്തിരിക്കുന്ന അടിസ്ഥാനത്തിൽ മാക്സിമം 4 ലക്ഷം വരെ. ട്രീറ്റ്മെന്റ് ഫോർ ക്രോണിക് സിവിയർ റിഫ്രാക്ടറി ആസ്മയ്ക്കും കിട്ടും. അതേമാതിരിയുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം ഇപ്പോഴത്തെ പുതിയ രോഗങ്ങളൊക്കെയാണ്. സം ഇൻഷുർഡിന്റെ 10% പരമാവധി 5 ലക്ഷമായി നിജപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആസ്മയ്ക്ക് കിട്ടും. കമ്പാഷനേറ്റ് ട്രാവൽ, അത്യാവശ്യ ഘട്ടത്തിൽ ഇൻഷുർ ചെയ്യപ്പെട്ട ആളുടെ രോഗാവസ്ഥയിൽ ഏറ്റവും അടുത്ത ബന്ധുവിനെ കൂടി ഉൾപ്പെടുത്തി വിമാനയാത്ര ചെയ്യുന്നതിന് 10,000 രൂപ വരെ കമ്പനി റീഇംബേഴ്സ് ചെയ്തു തരുന്നു. എമർജൻസിയിൽ ഇപ്പം നമുക്ക് ഇന്ത്യയിൽ അകത്ത് എവിടെയും നമുക്ക് ഒരു രോഗി നമ്മൾ എവിടെയാണ് എത്തുന്നത് ഉള്ളത്, അവിടെ പോയി അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് ചികിത്സിക്കാൻ വേണ്ടി നമ്മളൊരു ബന്ധു പോയാൽ ആ പോകുന്നതിന്റെ ചെലവാണ് അതിനകത്ത് കിട്ടുന്നത്. 10,000 രൂപ വരെ. 10,000 രൂപ മുഴുവൻ കിട്ടത്തില്ല, 10,000 രൂപയാണ് മാക്സിമം കൊടുക്കുന്നത് അല്ലേ? അതുപോലെ ഭൗതിക ശരീരം കൊണ്ടുവരുന്നതിന് 15,000 രൂപ വരെ കമ്പനി റീഇംബേഴ്സ് ചെയ്തു തരുന്നു എന്ന് പറഞ്ഞു. ഒരാളിപ്പോ ഒരു മരണപ്പെട്ടു പോകും, പെട്ടെന്ന് അപകടത്തിൽപ്പെട്ടോ അല്ലെ രോഗമൊന്നും മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള എമൗണ്ടിലേക്കാണ് 15,000 രൂപയാണ് പറഞ്ഞേക്കുന്നത് പരമാവധി. അത് റീഇംബേഴ്സ് ചെയ്തു തരും എന്ന് പറഞ്ഞു. അതിന് ബില്ല് കൊടുത്താൽ അത് കിട്ടുന്നതായിരിക്കും. ഷെയർഡ് അക്കോമഡേഷൻ, ആശുപത്രി വാസത്തിൽ മറ്റൊരു രോഗിയുമായി മുറി പങ്കിടുമ്പോൾ തുടർച്ചയായുള്ള ഓരോ 24 മണിക്കൂറിനും, അതായത് ഒരു ദിവസം 1000 രൂപ വീതം ലഭിക്കുന്നു. നമ്മളിപ്പോ ഒരു ആശുപത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ഒരു സിംഗിൾ റൂം എടുക്കുന്നതിന് പകരം വേറെ ഒരു രോഗി, ഇതേമാതിരിയുള്ള രോഗിയുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരേ റൂം പങ്കിടാം. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ 1000 രൂപ നമ്മുടെ ബില്ലിൽ ഓരോ ദിവസവും കുറഞ്ഞു കിട്ടും. ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ, ഓരോ തവണ ഭാഗികമായി തുക ഉപയോഗിക്കുമ്പോഴും സം ഇൻഷുർഡ് 100% നിലനിർത്തുന്നു. അത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണെന്ന് പറയാം ഈ പോളിസിയുടെ. നമ്മളിപ്പോൾ ഒരു 5 അല്ലെ 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്ത ആൾക്ക് ഒരു അസുഖത്തിന് തന്നെ 5 ലക്ഷം രൂപ ചെലവായി ലഭിക്കും. അങ്ങനെ തീർന്നാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതേ സെയിം എമൗണ്ട് 5 ലക്ഷമാണെങ്കിൽ 5 ലക്ഷം രൂപയും നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ റീസ്റ്റോർ ചെയ്യപ്പെടും.
ആ എമൗണ്ട് നമുക്ക് വേറൊരു അസുഖത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഈ പോളിസിയിലുള്ള വേറൊരു അംഗത്തിന് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കും. അത് ശരി, അതൊരു പുതിയ അറിവാണല്ലോ. സാധാരണഗതിയിൽ നമ്മൾ 5 ലക്ഷത്തിന്റെ പോളിസി എടുത്തു കഴിഞ്ഞാൽ ആ 5 ലക്ഷം അല്ലേ ഇതിലുള്ളൂ. ഇത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ സെയിം അസുഖത്തിന് കിട്ടില്ല. ഇതേ ആൾക്ക് വേറൊരു അസുഖം വരികയാണെങ്കിൽ അയാൾക്ക് തന്നെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ വേറെ കുടുംബത്തിലെ വേറെ ആൾക്ക് വേണമെങ്കിൽ ഈ എമൗണ്ട് ഒരേ അസുഖത്തിനല്ല എന്ന് പറഞ്ഞു പ്രത്യേകം ഓർക്കണം. ഒരേ അസുഖത്തിനല്ല, വേറെ അസുഖം വന്നാലും അല്ല വേറെ വ്യക്തിക്ക് അസുഖം വന്നാലും കുടുംബത്തിലെ. ഓക്കെ. പിന്നെ വീണ്ടും അതിനെ തുടർന്ന് പറയുന്നുണ്ട്, സം ഇൻഷുർഡ് 100% ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും 100%ആയി നിലനിർത്തുന്നു. അതെ, 5 ലക്ഷം തീർന്നാലും എപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ 5 ലക്ഷമായിട്ട് അവിടെ നിൽക്കും. അത് വലിയൊരു ഗുണമാണ്. അത് ആ പോളിസിയുടെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. ഓക്കെ. മോഡേൺ ട്രീറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. റോബോട്ടിക് സർജറി, ബലൂൺസ്, സിനോപ്ലാസ്റ്റി, ഓറൽ കീമോതെറാപ്പി മുതലായ 12 തരം ആധുനിക ചികിത്സാ രീതികൾക്കും ഈ പോളിസിയിൽ മാത്രം 100% ക്ലെയിം ലഭിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ റോബോട്ട് പിന്നെ ഉപയോഗിച്ചുള്ള സർജറികളും അതേമാതിരിയുള്ള ഏറ്റവും അത്യന്താധുനികമായ ചികിത്സാ സംവിധാനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം അതനുസരിച്ച് നമുക്ക് ആ എമൗണ്ടും ഇതിനകത്ത് കിട്ടും. മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഇതിനകത്ത് എല്ലാ എമൗണ്ടും കിട്ടും. ഇനി ഇവിടെ വെയിറ്റിംഗ് പീരീഡ് ഒന്നുകൂടെ പറയുകയാണ്. രോഗങ്ങൾക്ക് ആദ്യത്തെ 30 ദിവസം കഴിഞ്ഞ് പരിരക്ഷ. ഏതൊരു പോളിസിക്കും നമുക്ക് ഫസ്റ്റ് 30 days വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതിനുശേഷം പോളിസി എടുത്തു കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞ് എല്ലാ രോഗത്തിനും ഏതൊരു രോഗത്തിനും കിട്ടുള്ളൂ. അപ്പൊ പോളിസി എടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഒരാൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് പോളിസി എടുത്തിരിക്കണം. ഡേ 1 മുതൽ കവറേജ് ഉള്ളത് ആക്സിഡന്റിന് കവറേജ് ഉണ്ട്. ആക്സിഡന്റിന് ഡേ 1 മുതൽ എടുത്ത നെക്സ്റ്റ് മണിക്കൂർ തൊട്ട് പോളിസി എപ്പോഴാണോ നിലവിൽ വരുന്നത് ആ നിമിഷം മുതൽ തന്നെ അവർക്ക് കവറേജ് ഉണ്ട്. ഇതൊക്കെ സാധാരണക്കാരിലേക്ക് എത്തേണ്ട വളരെ വിലയേറിയ അറിവുകളാണ്. പൈൽസ്, ഫിസ്റ്റുല, ഹെർണിയ മുതലായ സ്പെസിഫിക് ഡിസീസുകൾക്ക് 24 മാസങ്ങൾ കഴിഞ്ഞേ പരിരക്ഷ ലഭിക്കും. അവർക്ക് 2 years എക്സംഷൻ ആണ്. 24 മാസങ്ങൾ എന്ന് പറയുന്നത് 2 വർഷം. അതായത് പൈൽസ്, ഫിസ്റ്റുല എന്നുള്ളത് നമുക്ക് നിലവിലുള്ളവർക്ക് അത് 2 വർഷം കഴിഞ്ഞ് മാത്രമേ കിട്ടുള്ളൂ. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് പറയുന്നുണ്ട്. നിലവിലുള്ള രോഗങ്ങൾക്കും അസുഖങ്ങൾക്കും 3 വർഷത്തെ പ്രീമിയം ഒന്നിച്ചടച്ചിട്ടുണ്ടെങ്കിൽ 30 മാസങ്ങൾക്ക് ശേഷവും, അതായത് 2.5 വർഷം, 1 വർഷം, 2 വർഷം എന്നിങ്ങനെ പ്രീമിയം അടച്ചിട്ടുള്ളവർക്ക് 36 മാസങ്ങൾക്ക് ശേഷം, അതായത് 3 വർഷം പരിരക്ഷ ആരംഭിക്കുന്നു. ഇത് നിലവിൽ രോഗമുള്ള ആൾക്കാരുടെ കാര്യമല്ലേ? നിലവിലെ രോഗങ്ങളുള്ളവർക്കും അവരുടെ രോഗവിവരങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ട് പോളിസി എടുക്കാം. പക്ഷെ ആ കണ്ടീഷൻ നമുക്ക് 3 years കഴിഞ്ഞാൽ മാത്രം, അതായത് 36 മാസങ്ങൾക്ക് ശേഷം മാത്രമേ അതിന് കവറേജ് കിട്ടുകയുള്ളൂ. അത് പോളിസി എടുത്ത ഒരു ക്ലയന്റ് ഇതിനെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ ഞാൻ പോളിസി എടുത്തു, 6 മാസം കഴിഞ്ഞ് രോഗം വന്നു, അഡ്മിറ്റ് ആയി, കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് നമ്മൾ വ്യക്തമായി ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. അത് നമുക്ക് കമ്പനി അവരെ റെക്കോർഡ് ചെയ്യും. അതിനുശേഷം ആ അസുഖത്തിന് നമുക്ക് 36 മാസങ്ങൾക്ക് ശേഷം കിട്ടും. ഡെലിവറി എക്സ്പീരിയൻസ് കവർ 24 മാസം, 2 വർഷം. അതുപോലെ യൂട്രസ് സംബന്ധമായ സർജറികൾക്ക് 24 മാസം, വന്ധ്യതാ ചികിത്സയ്ക്ക് 24 മാസം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ. നവജാത ശിശുവിനുള്ള ചികിത്സകള് 12 മാസം. അപ്പോൾ ഈ ഒരു പോളിസിയുടെ എല്ലാ പ്രത്യേകതകളും, ഒരുവിധം മാക്സിമം പ്രത്യേകതകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സ്റ്റാർ ഹെൽത്തിന്റെ അഷ്വർ ഇൻഷുറൻസ് പോളിസി എന്നാണ് ഈ പ്രത്യേക പോളിസിയുടെ പേര്. ഇത്രയധികം സവിശേഷതകളുള്ള ഈ പോളിസി എടുക്കാൻ ആരും മടിച്ചു നിൽക്കേണ്ടതില്ല. താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് എടുത്താൽ അവർക്ക് അതിന്റെ പ്രയോജനം ലഭിക്കും. ആർക്കും രോഗം വന്നിട്ട് പ്രയോജനം ലഭിക്കാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ രോഗം മൂലം കഷ്ടപ്പെടേണ്ട ഒരു അവസ്ഥ വരില്ല. ഒന്നാമത് ഇപ്പോൾ എല്ലാം അണുകുടുംബങ്ങളാണ്. പൈസ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ബൈസ്റ്റാൻഡറായി നിൽക്കാനും നമ്മളെ നോക്കാനൊന്നും മക്കളില്ല, എല്ലാവരും വിദേശത്തൊക്കെയാണ്. അപ്പോൾ പൈസ എങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം സേഫായി, ബാക്കി കാര്യങ്ങൾക്ക് മാത്രം അവര് നെട്ടോട്ടം ഓടിയാൽ മതി, അല്ലെ മറ്റുള്ളവരെ ആശ്രയിച്ചാൽ മതി. അപ്പൊ ഇത്രയും
വലിയ സവിശേഷതകളുള്ള ഈ പോളിസിയുടെ സവിശേഷതകൾ കുറേ പേരിലേക്ക് എത്തട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു പോളിസിയുടെ പ്രത്യേകതകൾ ഇതുപോലെ തന്നെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം.